Video is for informational and educational purpose only. We do not guarantee any income. സോ ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ഒരു ഡിഫറെന്റ് വീഡിയോ കാണാൻ തന്നെയാണ്. സോ നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റ് എന്ന ആപ്ലിക്കേഷന്റെ പൈസകളൊക്കെ ആക്കാനുള്ള, അതായത് ഒന്ന് അഫ്ലേറ്റ് കാണാൻ ചെയ്യാൻ പറ്റുന്നതും രണ്ട് നോർമലായിട്ട് എൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞാൽ വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ രണ്ട് വീഡിയോ കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ. സോ ഈ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് കവർ ആക്കാണ്ട് പോകുന്നത്, നമുക്ക് പലർക്കും ചിലപ്പോൾ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻസിൽ, അതായത് ന്യൂ ആയിട്ടുള്ള ചിലർക്കും പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്യാച്ച് ആകാൻ അറിയില്ല. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെയാണ് സെയിൽസ് കിട്ടുന്ന അറിയില്ല. ചിലവർക്ക് ഡെയിലി നിങ്ങൾ പിൻസുകളൊക്കെ അപ്ലോഡ് ആക്കുമ്പോൾ സെയിൽസ് കിട്ടുന്നില്ല, ചിലർക്ക് ട്രാഫിക് കിട്ടുന്നില്ല, ചിലർക്ക് ചുമ്മാ അപ്ലോഡ് ആകുന്നുണ്ട്, ഫോളോവേഴ്സോ അങ്ങനെ ഒന്നും കയറുന്നില്ല. ഓക്കെ, സോ അതിനൊരു കംപ്ലീറ്റ് ആണ് നമ്മൾ പറയാണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ബിഗിനർക്കായിട്ടുള്ള കുറെ ഫ്രണ്ട്സിന് ഇതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഫേക്ക് ആണോ ജെന്യൂൻ ആണോ, ഇതിലൊക്കെ ഏണീസ് റേറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്, മിനിമം നമ്മൾ എന്താണ് എത്ര മാസം ഉണ്ടാക്കാനായിട്ട് പറ്റും, അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇത് കുറച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ വീഡിയോ ഏറ്റവും എല്ലാം പറയുന്നുണ്ട്. ഒരു ബിഗിനർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെയാണ് എഡിറ്റിംഗുകളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ അതിനായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിസ്റ്റ് ചോദിക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ബയോയും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. രണ്ട് ടെലഗ്രാം ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ നമ്മൾ അപ്ലോഡ് ആകുന്ന വീഡിയോസിലായിരിക്കും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഏണുകളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താ ഡൗട്ടുകൾ ക്ലിയർ ആയിക്കൊണ്ട് ഏണിങ്സ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഈ മെത്തേഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2026 കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ടായാലും എല്ലാം അഡ്വാൻസ് ലെവലിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇപ്പോഴും ട്രൈ ചെയ്തില്ല, ചുമ്മാ ടൈം കളയുന്നവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിൾ ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, മൊബൈൽ ഫോൺ മാത്രം മതി. ഓക്കെ, സോ ഞാൻ ചെയ്ത മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്താണ്. നിങ്ങൾക്ക് ഡൗട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ പാർട്ട് 1 ഉം 2 ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കണ്ടതിന് മാത്രം ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതൊക്കെ ക്ലാസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ആയിട്ട് കാണുന്നതിനെ വിളിച്ച് ക്ലാസ് ആയിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 1 കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ സമയമില്ലെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സോ ഗൈസ്, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു 2 വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ ചില ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സംഭവം, അതായത് 2 വീഡിയോ കണ്ടില്ലാത്ത ഫ്രണ്ട്സ് ആണ് ജസ്റ്റ് കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 വീഡിയോ നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒന്ന് എന്താണ് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് എൻ ചെയ്യാൻ പറ്റും, പിൻട്രസ്റ്റ് യൂസ് എങ്ങനെ എൻ ചെയ്യാൻ പറ്റും. രണ്ടാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് അഫ്ലേറ്റ് ചെയ്തുകൊണ്ട് അഫ്ലേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് എങ്ങനെ എൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2 കുറച്ച് എന്താണ്, പക്ഷേ നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലാവുന്നതായിരിക്കും. ഡൗട്ട് ചോദിച്ചാൽ മതി, ഫ്രീ മെന്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ചാനലിൻ്റെ ബയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ബിഗിനേഴ്സ് നമ്മുടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ ഫെയിൽ ആവുന്നത്, എന്തുകൊണ്ടാണ് സെയിൽസ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് ട്രാഫിക് കിട്ടാത്തതൊക്കെ കുറേ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ അതിനുള്ള മറുപടിയും തരാം. അതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഗുഡ് പേജ്, ഒരു അടിപൊളി പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് പറ്റും, നമുക്ക് എത്ര പിൻസാണ് ഡെയിലി അപ്ലോഡ് ആക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ന്യൂ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഈ 2 വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മുടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ്റെ അടുത്തൊരു ഭാഗം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ നേരെ വീഡിയോ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് അതിനെ കാര്യം പറഞ്ഞുതരാം. കുറേ ഫ്രണ്ട്സിന് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏണിങ്സ് കിട്ടുമോ, ഇത് സ്കാം ആണോ ഫേക്ക് ആണോ കുറേ ഫ്രണ്ട്സിനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ബിഗിനറൊക്കെ ആയിട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓൾറെഡി നമുക്കൊന്ന് കമൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഒരാൾ പറയുന്നുണ്ട് 45K ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 3K ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കൺഫേം, അതായത് 100% നിങ്ങൾക്ക് ഉണ്ടാക്കാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഞാൻ ഈ ഡേറ്റിംഗ് ആണെന്ന് പറയുന്നത്, നിങ്ങൾ കൺസ്റ്റൻറ്റ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ കൂടുതൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ഇത് ജെന്യൂൻ ആണോ, 100% ജെന്യൂൻ ആണ്. കാരണം നമുക്ക് എന്താണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താണ് ഏൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു സംഭവം വരുന്നില്ല. ഇത് 100% അല്ല 1000% ജെന്യൂൻ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു പുള്ളി വരുന്നുണ്ട്, 2 വീക്കായിട്ട് ഇതുവരെ സെയിൽസ് പോലും കിട്ടിയിട്ടില്ല, പക്ഷേ 10,000 ഇംപ്രഷൻ ഉണ്ട്, അതായത് 10K ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സെയിൽസ് പോലും കിട്ടിയിട്ടില്ല. അത് ഈ ഒരു പുള്ളിക്കാരൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആക്കി നമുക്ക് നല്ല റീച്ചിങ് ആളൊക്കെ ഉണ്ട്, പക്ഷേ
നമുക്ക് സെയിൽസ് ഒന്നും കിട്ടുന്നില്ല. അത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണ്. ആ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടാത്തത്. ഓക്കെ, സോ എല്ലാത്തിനും കൂടി നമുക്കൊരു ഉത്തരവാണ്, കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് എല്ലാത്തിനും കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായാലും നിങ്ങളുടെ പേജ് റീച്ച് കിട്ടുന്നതായാലും ട്രാഫിക് കിട്ടുന്നതായാലും എല്ലാത്തിനും കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്ക് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10K ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സെയിൽസ് പോലും കിട്ടുന്നില്ല. അതിൻ്റെ പ്രോബ്ലം പ്രോഡക്റ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ബിഗിനർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇത് 100% ജെന്യൂൻ ആണ്. നിങ്ങൾക്ക് എന്തായാലും പൈസ ആക്കേണ്ട പറ്റിയിരിക്കും. ജസ്റ്റ് ഇതാ ഈ 2 പാർട്ടൊന്ന് കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൂടുതലും അഫിലിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പഠിക്കാനായിട്ട് പോകുന്നത്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ഈ വീഡിയോ ഒരു ബിഗിനർ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ പിൻട്രസ്റ്റിൽ പേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അടിപൊളി പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് പറ്റും, എത്ര പിൻസ് ഡെയിലി അപ്ലോഡ് ആക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ എന്തിട്ട് പറയാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സും എനിക്ക് തോന്നുന്നത് പിൻട്രസ്റ്റ് അക്കൗണ്ടുകളെ ക്രിയേറ്റ് ആക്കിയ ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ 2 വീഡിയോ കാണാം. ഓക്കെ, ഇതാണ് പാർട്ട് 1, ഇതാണ് 2. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് ഇത് കാണാനും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവുന്നതായിരിക്കും. എന്തെങ്കിലും ലിസ്റ്റ് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒന്നാമതാണ്. ഓക്കെ, അതായത് എങ്ങനെ നമുക്ക് നല്ലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ പേജ് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. എൻ്റെ പേജ് തുടങ്ങിയിട്ട് ഏകദേശം ആയിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയപ്പോൾ എൻ്റെ പേജ് തുടങ്ങിയിട്ടുള്ളത്. ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഇപ്പോഴും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു പേര് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് അപ്ലോഡ് ആക്കുന്നത്. എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ പേജും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കാണാൻ ഫോളോവേഴ്സ് ഒന്നും ആയില്ല, കാരണം ഞാൻ അപ്ലോഡ് ആക്കി തുടങ്ങിയിട്ട് ഏകദേശം 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. സോ ഞാൻ പ്രോഡക്റ്റൊക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പ്രോഡക്റ്റ് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഡെയിലി ഒരു 5-6 പോസ്റ്റ് പിൻസൊക്കെ അപ്ലോഡ് ആക്കുന്നവരാണെങ്കിലും എല്ലാത്തിനും ലിങ്ക് കൊടുക്കരുത്. ഓക്കെ, ഒരു 2-3 മാത്രം ലിങ്ക് കൊടുക്കുക. അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എൻ്റെ പേജ്. നിങ്ങൾക്ക് കാണാം, പേര് കാണാൻ പറ്റും, ഒരു പ്രൊഫൈൽ പിക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് അപ്ലോഡ് ആക്കുന്നത്. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പം സാരി അല്ല, നിങ്ങളിപ്പം നമ്മളെ ജെൻസി അങ്ങോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ തരത്തിലുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ആ തരത്തിലുള്ള എന്താണ് DP കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ തരത്തിലുള്ള നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താണ് അങ്ങനെയുള്ള പ്രോഡക്റ്റും കാര്യങ്ങളും അപ്ലോഡ് ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പം നിങ്ങൾ ഈ സാരി വെയർ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഞാൻ ഒരു പേജ് കാണിച്ചു തരാം. സോ ഇതൊരു പേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 4.5 മില്യൺ ആണ് മന്ത്ലി വ്യൂസ് വരുന്നത്. സോ ഇവർക്ക് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. സോ ഡെയിലി കാര്യങ്ങളൊക്കെ എന്താണ് അപ്ലോഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം 4.5 മില്യൺ ആണ് ഇവർക്ക് മന്ത്ലി വ്യൂസ്. നിങ്ങൾ ഫോളോവേഴ്സ് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ ഒരു വ്യൂസ് ശ്രദ്ധിച്ചത്, കാരണം അത്രമാത്രം ട്രാഫിക് ഉണ്ട്, അവർക്ക് അത്രമാത്രം സെയിൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇവർ കൊടുക്കുന്ന പേരും അവരുടെ DP ആണെന്ന് ശ്രദ്ധിച്ച് അറിയാനായിട്ട് പറ്റും. ഇവർ സെല്ലാക്കുന്നത് എന്താണ്, നമ്മുടെ ക്ലോത്ത്സ് അതൊക്കെയാണ്, അതായത് സാരി അങ്ങനെ സംഭവം ഇവിടെ സെല്ലാക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റും കാര്യങ്ങളും സെല്ലാക്കുന്നത്, അതാണ് ഒരു പേര് കൊടുക്കുന്നത്. ആ ഒരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രോഡക്റ്റിനോട് സെല്ലാക്കുന്നു. ഓക്കെ, ഞാൻ പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് സെല്ലാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റുകളെ ഞാൻ അതിനകത്ത് സെല്ലാക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ കോൺസെപ്റ്റ് ചെയ്യുക. അല്ലാതെ ചുമ്മാ ഒരു പേരുകളൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് ഏതെങ്കിലും കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, നമ്മുടെ അൽഗോരിതം കാരണം ക്യാച്ച് ആവില്ല. അതാണ് നിങ്ങൾ മാറ്റി തിരിച്ചൊക്കെ പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ആക്കിയാലും നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും നമുക്ക് എന്താണ് അത് സെറ്റ് ആവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് നല്ലൊരു പേര് സെലക്ട് ചെയ്യുക. ആ ഒരു പേര്, അതായത് നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് പറ്റിയൊരു പേര് സെലക്ട് ചെയ്യുക. പേരൊക്കെ നമുക്ക് ChatGPT ചോദിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പേര് സെലക്ട് ചെയ്യുക. എന്നിട്ട് നല്ലൊരു DP ഒന്നുണ്ടാക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് DPയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നല്ല DP ഉണ്ടാക്കുക. ഓക്കെ, DP ഉണ്ടാക്കുക. എന്നിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കാരണം കൊടുക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് അക്കൗണ്ട് ആക്കുക. ബിസിനസ് അക്കൗണ്ട് ആക്കുന്ന എല്ലാ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് എന്താണ് നിങ്ങൾ പിന്നെ അപ്ലോഡ് ആക്കി തുടങ്ങുക. സോ പിന്നെ അപ്ലോഡ് ആക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇത് എൻ്റെ പേജ് ശ്രദ്ധിച്ച് ഞാൻ അറിയേണ്ടി പറ്റും. ഞാൻ പ്രോഡക്റ്റാണ് സെലക്ട് സോ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, എൻ്റെ DP കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്താണ് ഞാൻ പ്രോഡക്റ്റ് അപ്ലോഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു അടിപൊളി പേജ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഒരു പേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു പേജുകളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ട് നമ്മൾ അതിനോട് ബന്ധമില്ലാത്ത കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ആക്കിയാൽ നമുക്ക് സെയിൽസ് കിട്ടൂല. ഓക്കെ, സോ അങ്ങനെ മിസ്റ്റേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒഴിവാക്കുക. നിങ്ങളുടെ പേജ് ഏതാണ് ആ ഒരു പേജിൽ പ്രൊഡക്റ്റ് മാത്രം പ്രൊമോട്ട് ആക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പേജിനുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സെയിൽസ് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ വേറൊരു പേരിട്ടിട്ട് ഒരു മോട്ടിവേഷൻ പേരിട്ടിട്ട് അതിനകത്തുള്ള സാരിയോ അല്ലെങ്കിൽ വല്ല പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല. അതിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് മാത്രം പ്രൊമോട്ട് ആക്കുക. ഓക്കെ, സോ അതാണ് നമ്മുടെ എക്സാമ്പിളും കാര്യങ്ങൾ. അതാണ്
ഒരു നല്ലൊരു പേജ് തുടങ്ങുന്നത്. സോ ഓക്കെ, നമ്മളൊരു പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അടിപൊളി ഒരു പേര് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു എന്താണ് ഒരു കിടക്കാച്ചി പേരാകുമ്പം അത്രയും നല്ലത്. ഓക്കെ, സോ ആൾക്കാർക്ക് കാണുമ്പോഴും നല്ല ക്യാച്ചി ആയിട്ട് തോന്നും. പിന്നെ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് പേജ് ആണ് നിങ്ങളത്. ഓക്കെ, ഇവിടെ ഒരു ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, എന്ന് കാണാം വാട്ട് കൈൻഡ് ഓഫ് പേജ് ആണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് പേജ് സ്റ്റാർട്ട് ആകുമ്പോൾ കാണാൻ പറ്റും ടെൽ യുവർ സ്റ്റോറി എന്നാണ് കിടക്കുന്നത്. സോ അവിടെ നിങ്ങളുടെ പേജ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ആക്കുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. സോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഹൗ ടു ഫൈൻഡ് പ്രോഡക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ റാൻഡമായിട്ട് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ആക്കി, കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ അഫിലിയേറ്റിംഗുകളൊക്കെ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനായിട്ട് പോകുന്നില്ല. നമ്മുടെ മാക്സിമം ട്രെൻഡിങ് പ്രോഡക്റ്റുകളെ കണ്ടുപിടിക്കുക. ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ എന്താണ്, നമുക്ക് ട്രാഫിക്കും കിട്ടും, അതുപോലെ തന്നെ സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാനും ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ട്രിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രെൻഡിങ് പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. മച്ചാന്മാരെ, ഇത് നമ്മുടെ എന്താണ് ചാനലിൻ്റെ ബയോയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 ലിങ്ക് ഉണ്ട്. ഇത് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ്. രണ്ടാമത്തെ ഫ്രീ മെൻറ്റർഷിപ്പാണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. ട്രെൻഡിങ് പ്രോഡക്റ്റ് ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ വളരെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. സോ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഏണിങ്സ് റെറ്റായിട്ട് പറ്റും. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടെ ഞാൻ 1 രൂപ പോലും നിങ്ങൾക്ക് വാങ്ങത്തില്ല. ഓക്കെ, സോ ഈ സെക്ഷൻ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് കിട്ടുക, എങ്ങനെയാണ് എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം എനിക്ക് അത്രമാത്രം ഉറപ്പുണ്ട്, ഞാൻ ഈ സംഭവം ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയി തരാൻ ഉറപ്പുണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ അവരുടെ നോളജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനും പറ്റും, നിങ്ങളുടെ നോളജിൽ തന്നെ പകരാനും പറ്റും, അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ട് ചോദിക്കാനും പറ്റും. സോ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് മെൻറ്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ. ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക ഒന്നാമത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതാണ്. സോ രണ്ടാമത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും അടിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ട്രെൻഡിങ് പ്രോഡക്റ്റ് ഫോർ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് അടിക്കുന്നത്. നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് അടിച്ചാലേ നമുക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ടോപ്പിൽ തന്നെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഇകോം ഹണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചാലും മതി, കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ടോപ്പിൽ കുറച്ച് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ട്രെൻഡിങ് പ്രോഡക്റ്റാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് എന്താണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് മിക്കതും ഓക്കെ, സോ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്. ഓക്കെ, ഞാൻ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോവാണ്. മച്ചന്മാരെ, നമ്മൾ ഫ്ലിപ്കാർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. നമ്മളെന്താണ് നേരെ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പറ്റിയ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, അത് നോക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇതാണ് ആ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇതിന് അഫിലിയേറ്റ് ആണ് ചെയ്യേണ്ടത്. അഫിലിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അതിന് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുക. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഏൺകരോ ആപ്ലിക്കേഷനിലേക്ക് പോവുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ആക്കി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതിപ്പോൾ നിലവിൽ ട്രെൻഡിങ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാം. നമ്മുടെ ഫ്ലിപ്കാർട്ട് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് വെച്ചാൽ 8% കമ്മീഷനാണ് അഫിലിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. സോ ഈ പ്രോഡക്റ്റിൻ്റെ വില ഏകദേശം 300 സംതിങ് രൂപയാണ്. ഓക്കെ, സോ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ കോപ്പി ചെയ്യാം. മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് എത്രമാത്രം ആൾക്കാർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നു അത്രമാത്രം കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 8% കമ്മീഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എക്സാമ്പിളായിട്ട് കാണിച്ച് ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് കാണാൻ പറ്റും 332 രൂപയാണ്. ഓക്കെ, നമുക്ക് നേരെ ഇനി എന്താണ് നമ്മുടെ കാൽക്കുലേറ്ററിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 332 ഇൻറ്റു അതിൻ്റെ 8% നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 8/100. അപ്പോൾ നമുക്ക് പെർ സെയിലിന് കിട്ടാണ്ട് പോകുന്നത് 26 രൂപയാണ്. അങ്ങനെ നിങ്ങൾ എന്താണ് ഒരു 10 സെയിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 260 രൂപയായി. ഓക്കെ, സോ ഒരു ദിവസം നിങ്ങൾക്ക് 100 സെയിൽ കിട്ടിയാൽ അത്ര രൂപയായി. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, 26 × 100 നിങ്ങൾക്ക് 2200 രൂപയായി. അല്ലെങ്കിൽ ഒരു 50,000 മതി. നിങ്ങൾക്ക് എന്താണ് 1300 രൂപയായി. ഇത് സെയിൽസ് കിട്ടാൻ പാടാണ്, പക്ഷേ നമ്മൾ ഡെയിലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അപ്ലോഡ് ആക്കി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റ് വില കൂടുന്തോറും നിങ്ങൾക്ക് എന്താണ് കമ്മീഷൻ കിട്ടുന്നതും കൂടും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. സോ നിങ്ങളെല്ലാം പഠിച്ചല്ലോ. സോ ആദ്യം തന്നെ അവർ നല്ലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഒരു അടിപൊളി പേരിങ്ങളൊക്കെ കൊടുത്തിട്ട് പേജ് സ്റ്റാർട്ട് ചെയ്യുക. ചുമ്മാ റാൻഡമായിട്ട് ഒരു പേരിങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചുമ്മാ ഒരു ഡീപ്പിങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു പേരിനോട് താരതമ്യം ഇല്ലാത്ത കുറച്ച് പ്രോഡക്റ്റ് പ്രൊമോട്ട് ആക്കിയാലും നമുക്ക് ക്യാഷ് കിട്ടൂല. ഓക്കെ, അത് എത്ര വലിയ ട്രെൻഡിങ് പ്രോഡക്റ്റ് ആയാലും നമുക്ക് ക്യാഷ് കിട്ടൂല. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളൊരു പേജിന് പേരിടുക. അതിൽ നല്ലൊരു DP കൊടുക്കുക, നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നല്ല പ്രോഡക്റ്റുകളൊക്കെ അഫിലിയേറ്റിങ്ങുകളൊക്കെ ചെയ്യുക. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾക്ക് വേറെ കുറേ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറുക.
സോ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹാഷ്ടാഗ് അടിക്കുകയാണ്, എന്നിട്ടാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആമസോൺ ഫൈൻസ് എന്ന് അടിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹാഷ്ടാഗ് ആമസോൺ ഫൈൻസ് അടിക്കുക, എന്നിട്ട് ജസ്റ്റ് സെർച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരും. സോ ഇതൊക്കെ ട്രെൻഡിങ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇതൊക്കെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. നേരെ ചെന്നിട്ട് എന്താണ് ഫ്ലിപ്കാർട്ടിലോ നിങ്ങളുടെ അഫിലിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലെങ്കിലോ കയറുക, ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഒരു വീഡിയോകളൊക്കെ ഇട്ടും ഡൗൺലോഡ് ചെയ്യുക, നേരെ പിൻട്രസ്റ്റിൽ നിന്ന് അപ്ലോഡ് ആക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ട്രാഫിക് കൂടുന്തോറും നിങ്ങൾക്ക് സെയിൽസ് കൂടുന്തോറും നിങ്ങളുടെ കമ്മീഷൻ കൂടും. അങ്ങനെ നിങ്ങൾക്ക് പൈസകളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് മാത്രം നിങ്ങൾ പേജും ശ്രദ്ധിച്ചാൽ മാത്രം മതി, പേജും പ്രൊഡക്റ്റും ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ട്രാഫിക് കൂടുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര പിൻസ് അപ്ലോഡ് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് എത്രമാത്രം പിൻസുകൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര നമ്മളിപ്പം യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ അപ്ലോഡ് ആക്കിയാൽ അൽഗോരിതത്തിൽ തന്നെ ഒരുമാതിരിയാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിനകത്തൊക്കെ നിങ്ങൾ ലിമിറ്റ് വെച്ച് അപ്ലോഡ് ആക്കും. പക്ഷേ നമ്മൾ പിൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് ഒരു 5 to 10 പിൻസൊക്കെ നിങ്ങൾ അപ്ലോഡ് ആക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ 10 പിൻസ് അപ്ലോഡ് ആക്കുന്നതിൽ 5 പിൻസ് അപ്ലോഡ് ആക്കുന്നതിലും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കരുത്. ഓക്കെ, ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മാത്രം അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുക. ഒരു 10 പിൻസൊക്കെ നിങ്ങൾ അപ്ലോഡ് ആക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു 3 മാത്രം എന്താണ് അതിനകത്ത് അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഒന്ന് വൈറലായി, പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ പേജ് എന്താണ് ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ 5 പിൻസ് ഇടുന്ന ഒരാളാണെങ്കിൽ അതിനകത്തൊരു 2 മാത്രം അഫിലിയേറ്റ് ചെയ്താൽ മതി. ഒരു 10 പിൻസൊക്കെ ഇടുന്ന ആളാണെങ്കിൽ അതിനകത്തൊരു 3 മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ കുറേ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും ഒരുപാട് കയറി ഇടരുത്. നിങ്ങളുടെ പേജ് ഡിസേബിൾ ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ റാൻഡമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം പ്രോഡക്റ്റ് ശ്രദ്ധിക്കുക, പേജിൻ്റെ ഗ്രോത്ത് ശ്രദ്ധിക്കുക. ഇനി പിൻട്രസ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നല്ല ക്യാച്ചിങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ മലയാളികളാണെങ്കിൽ നമുക്ക് എന്താണ് പിൻട്രസ്റ്റിങ്ങളൊക്കെ അധികം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് ക്യാച്ചിങ്ങളൊക്കെ എൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ മിസ്സാക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അടിപൊളി പ്രോഡക്റ്റിനോട് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പിൻട്രസ്റ്റ് എന്താണ്, പിൻട്രസ്റ്റ് അക്കൗണ്ട് സ്റ്റാർട്ടാക്കാം, പിൻട്രസ്റ്റ് എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽഡ് വീഡിയോ 2 വീഡിയോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റ് അഫിലിയേറ്റ് ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് വീഡിയോ നമുക്ക് എങ്ങനെ നോർമലായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സോ കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ ഫുള്ള് കാണും. ഓക്കെ, സോ ഈ വീഡിയോ കാണേണ്ട എല്ലാ ഫ്രണ്ട്സും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക, സെറ്റാക്കുക. നമുക്ക് എല്ലാവർക്കും ഒത്തുങ്ങളൊക്കെ ഗ്രോ ചെയ്യാം. ഓക്കെ, സോ അതിന് നമ്മൾ ചാനലുകളൊക്കെ ബിൽഡാക്കിയത്. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ തരുന്നതായിരിക്കും, കാരണം എനിക്ക് അറിയാം ഓക്കെ ഇതിനെക്കുറിച്ച്. സോ ഇത്ര മാത്രമുള്ള കേസ് ഈ ഒരു സംഭവം. നിങ്ങൾക്ക് എന്താണ് ഒൺലി പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ക്യാൻ ജനറേറ്റ് സെയിൽസ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പം ഏത് പേജിലായാലും നിങ്ങളിപ്പോൾ ഒരു അടിപൊളി പേജ് ക്രിയേറ്റ് ആക്കി ഒരു അടിപൊളി പ്രോഡക്റ്റ് എടുത്തു. ഓക്കെ, അത് ട്രെൻഡിങ് അല്ല. ഓക്കെ, ട്രെൻഡിങ് ആണെന്ന് വിചാരിച്ചോ, ട്രെൻഡിങ് ആണ്, അടിപൊളി പേജ് ക്രിയേറ്റ് ആക്കി നിങ്ങൾ ആ പേജിന് സ്യൂട്ടബിൾ സംഭവം അപ്ലോഡ് ആക്കിയത്. പക്ഷേ അതൊരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് അല്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടില്ല. നമ്മളിപ്പം എത്രമാത്രം ഇപ്പം ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കി, അത് ഒരാളുടെ ഒരു പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നൊരു ബുക്കാണ്. അപ്പം അതിന് സെയിൽ ചെയ്യുക, അത് ആൾക്കാർക്ക് ഉപയോഗപ്രദമാണ്. ഓക്കെ, അതെനിക്ക് എത്ര മാത്രം വിൽക്കാൻ പറ്റും, അതുപോലെ തന്നെ ആൾക്കാർക്ക് സാറ്റിസ്ഫൈ ആവുന്നതായിരിക്കും. ഇനി ഞാൻ ഇറക്കുന്ന ബുക്കൊക്കെ അവർ വാങ്ങുകയും ചെയ്യും. സോ അതൊക്കെയാണ് എൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അപ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെയിൽസ് കിട്ടും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് ട്രെൻഡിങ് പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ആക്കുക. റാൻഡമായിട്ടും ബ്ലൈൻഡ് ആയിട്ട് സെലക്ട് ചെയ്യാതെ നല്ലൊരു പേജ് സെലക്ട് ചെയ്യുക, നല്ലൊരു പേര് കൊടുക്കുക, നല്ലൊരു പിക്ക് കൊടുക്കുക, അതിന് സ്യൂട്ടബിൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അപ്ലോഡ് ആക്കുക. സോ ഇത്രമാത്രം ശ്രദ്ധിക്കുക. ഈ 2 വീഡിയോ ലിങ്കുകളൊക്കെ നമ്മൾ കൊടുത്തേക്കാം. നമ്മുടെ ചാനലുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് കണ്ടിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാണ്ട് മറക്കണ്ട, കമൻസിൽ ചോദിക്കാണ്ട് മറക്കണ്ട. സോ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. ഇതാണ് നമ്മുടെ പ്രോപ്പറുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ. നമുക്ക് എങ്ങനെയാണ് ട്രാഫിക് കിട്ടുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ തന്നെ ട്രെൻഡിങ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് അത്രമാത്രം സെയിൽസ് ആയിക്കോട്ടെ ട്രാഫിക് കിട്ടുള്ളത് ചാൻസ് കൂടുന്നതായിരിക്കും. ഒരു ദിവസം നിങ്ങൾ 5 to 10 പിൻസുകളൊക്കെ അപ്ലോഡ് ആക്കുക. അതിൽ ഏകദേശം 2 മാത്രം നിങ്ങളുടെ എന്താണ് ആ അഫിലിയേറ്റ് ലിങ്കുകളൊക്കെ കൊടുക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാനലുകളൊക്കെ ഡിസേബിൾ ആയി പോകുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ ഈ പിൻട്രസ്റ്റിൽ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് റാൻഡമായിട്ടൊക്കെ അപ്ലോഡ് ആകാതെ നല്ല ട്രെൻഡിങ് പ്രോഡക്റ്റ് നിന്ന് റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഞാൻ പ്രൊമോട്ട് ആക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ആക്കി തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതുവഴി പ്രൊമോട്ട് ആക്കാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ള ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും പൈസകളൊക്കെ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.